അതെ, അവള് നോക്കണം. ഇതുപോലുള്ള സ്ഥലത്തൊന്നും വന്നുള്ള പരിചയം അവൾക്കില്ല. പോകുന്നതിന് മുമ്പ് രണ്ടുപേരോടുമായി ഓർപ്പിക്കാനാവും മറന്നില്ല. ഇരുവരും ഒരു ചിരിയോടെ സമ്മതം പറഞ്ഞുകൊണ്ട് അപ്പുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. വീണ്ടും റിങ് ചെയ്ത് തുടങ്ങിയ കോൾ എടുത്ത് സംസാരിച്ചുകൊണ്ട് അൻഷ ഒരു സൈഡിലേക്ക് നീങ്ങി നിന്നു. ഞാനൊരു ഫയൽ എടുത്തിട്ട് വരാൻ, നീ അപ്പുവിനെയും കൂടി ചെല്ല്. കുറച്ചു ദൂരം മുന്നോട്ട് നടന്ന് എന്തോ ഓർത്ത പോലെ പറഞ്ഞുകൊണ്ട് ഈശോയുടെ ക്യാബിലേക്ക് നടന്നു. അതൊന്ന് നോക്കി അപ്പു അന്നു മുന്നോട്ട് നടന്നു. എതിരെ വന്ന ആരുമായിട്ട് കൂട്ടിയിടിച്ചത് ഒരുമിച്ചായിരുന്നു. തീർത്ഥയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഇടയിൽ താഴെ വീണു. അപ്പു അന്നു ഒരുപോലെ ഞെട്ടി. ഹൗ ഡെയർ യു ചോദിക്കുന്നതിനൊപ്പം തന്നെ അപ്പുവിന്റെ കവിളിലേക്ക് ആഞ്ഞടിച്ചിരുന്നു തീർത്ഥ. ഒരു നിമിഷം അന്യ ഒന്ന് സ്റ്റെക്കായി നിന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നത്. നിനക്കൊന്നും മുഖത്ത് കണ്ണില്ലേ? എത്ര ലക്ഷം വിലയുള്ള ഫോണാണെന്ന് അറിയോ? നിനക്കൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അപ്പുവിന് നേരെ കടിച്ചു കീറുന്ന പോലെ തീർത്ഥ ഷൗട്ട് ചെയ്തു തുടങ്ങിയതും പേടിയോടെ അവിടെ കൈകൾ അന്യുവിൽ മുറുകി. കാതുകളിൽ വണ്ട് മൂളുന്ന പോലെ കൈകൾ തണുത്തുറഞ്ഞു തുടങ്ങി. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? തീർത്ഥയുടെ അടിയിൽ ഉച്ചത്തിലുള്ള സംസാരത്തിലുമെല്ലാം ഭയന്ന് ഉറച്ചു നിൽക്കുന്നവളെ കണ്ടു ആദ്യയോടെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ടാണ് അന്യോത് പറഞ്ഞത്. ഒരു നിമിഷം തീർത്ഥയുടെ വായടഞ്ഞു. എന്തറിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞു പോകുന്നത്? ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന പോലെ കാണാതെ ബോധമെല്ലാം ഇങ്ങോട്ട് വന്നിടിച്ച് നിങ്ങളാണ്. എന്നിട്ട് ആ കൊച്ചിനെ തല്ലുന്നോ? ഇതിനുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടും. അന്യോ അത്രയും ദേഷ്യത്തിലും സങ്കടത്തിലുമായിരുന്നു പറഞ്ഞത്. അൻഷു പറഞ്ഞതാണ് അപ്പുവിനെ ശ്രദ്ധിക്കണമെന്ന്. തന്നെയല്ല, ഇവിടെ അവളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല താനും. അപ്പുവിനെ നോക്കുന്തോറും അന്നുവിന്റെ സങ്കടമേറി. ചുവന്നു തുടങ്ങിയ അപ്പുവിന്റെ കവിൾത്തടം എന്തോ ഭയന്ന പോലെയുള്ള നിൽപ്പ്. അന്നു അവളെ എത്രയൊക്കെ പൊതിഞ്ഞു പിടിക്കാവോ അത്രയും കരുതലോടെ ചേർത്ത് പിടിച്ചു. അന്നുവിന്റെ വാക്കുകളിൽ ഒന്ന് സ്റ്റെക്കായി നിന്ന് പോയെങ്കിലും അടുത്ത നിമിഷം തന്നെ തീർത്ഥയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. എന്താ ഇവിടെ? തീർത്ഥ എന്തോ ചോദിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ ആദിയുടെ ശബ്ദം അവിടെ ഉയർന്നു. അപ്പുവിന്റെ കണ്ണുകൾ നിറയുന്നതിനിടയിലും ചുടികളൊന്ന് വിടർന്നു. അന്നുവിനും ആശങ്കയും ഭയവും ഒരുപോലെ തോന്നി. അപ്പുവിന്റെ മുഖത്തെ പാട് കണ്ടാൽ ആദി ചിലപ്പോൾ ആ പെണ്ണിനെ വെറുതെ പോലും വിടില്ലെന്ന് തോന്നി അന്നുവിന്. കണ്ടില്ലേ സൂര്യ, എന്റെ ഫോണാണ് ഈ പെൺകുട്ടി തട്ടിക്കളഞ്ഞ്. ഒന്നിലൊരു ശ്രദ്ധയുമില്ല. ഏതോ ലോകത്തുനിന്ന് പോലെ നടന്നിട്ട് ഞാൻ വഴക്ക് പറഞ്ഞപ്പോ നിന്ന് കരയുന്നു. ഇങ്ങനെ കരഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണോ? അനുവിന് പറയാൻ അവസരം കൊടുക്കാതെ തീർത്ത വേഗം ചാടിക്കേറി ആദിയോട് പറഞ്ഞതും അപ്പുവിന് ആ സമയോടെ കണ്ടതിന്റെ ഞെട്ടിൽ നിന്നവന്റെ മുഖത്തും ദേഷ്യം നിറഞ്ഞു. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല അല്ലേ വീര? അടുത്ത നിമിഷം മൂന്നുപേരെയും ഞെട്ടിച്ചുകൊണ്ട് ആദിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം അപ്പുവിന്റെ നേരെയായി ഉയർന്നു. അന്വാൻ അത്ഭുതത്തോടെ നോക്കുമ്പോൾ അപ്പു പേടിയോടെ കണ്ണുകൾ ഇറുകി അടച്ചുകൊണ്ട് അന്നുവിൽ പിടിമുറുക്കി. അത് അപ്പുവാണെന്ന് മനസ്സിലായതും തീർത്ഥയും ആകെ ഞെട്ടി. ഉള്ളിൽ കത്തി തുടങ്ങിയ ദേഷ്യം കൊണ്ട് അവനിലെ ചെകുത്താൻ ഉണർന്നു തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു. ദേഷ്യം കൊണ്ട് കണ്ണു കാണാനാവാത്ത പോലൊരവസ്ഥ. രാവിലെ മുതൽ എരിഞ്ഞു തുടങ്ങിയ കനലുകൾ കത്തിത്തുടങ്ങി. എന്ത് പറഞ്ഞാലും ചെയ്താലും കരഞ്ഞു കാണിച്ചാ എല്ലാവരും ക്ഷമിക്കുന്നതിന്റെ അഹങ്കാരം നിനക്ക്. കൊച്ചുകുട്ടിയൊന്നല്ല മീരാ നീ. 22 വയസ്സാവുന്നു. അതിന്റെ പക്വത പോലും കാണിക്കാതെ ഇപ്പോഴിങ്ങനെ. അല്ല, ആരോട് ചോദിച്ചിട്ടാ നീ ഇങ്ങോട്ട് വന്ന്? വീടിനുള്ളിൽ സമാധാനം കിട്ടുന്ന പോരായിട്ടാണോ ഇവിടെ ഓരോ പ്രശ്നങ്ങള്? ആദ്യം പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് വലിയൊരു ശബ്ദത്തോടെ എന്തോ വീണ് പൊട്ടുന്നു കേട്ടതും എല്ലാവരും ഒരു ഞെട്ടലോടെ അവിടേക്ക് നോക്കി. ആ നിമിഷമാണ് ആദിക്ക് താൻ പറഞ്ഞു കൂട്ടിയ എന്താണെന്നുള്ള ബോധ്യം പോലും ഉണ്ടായത്. ഒന്ന് ഞെട്ടിക്കൊണ്ടൊരു പെടച്ചിലോടെ അവൻ അപ്പുവിനെ നോക്കി. അപ്പോഴേക്കും എല്ലാം കണ്ണും കേട്ടുന്ന അൻഷ അവളെ അനുവിൽ നിന്ന് പിടിച്ചു വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. പേടിയോടെ വിറകൊള്ളുന്ന അവളുടെ കുഞ്ഞുടൽ, അടികൊണ്ട് ചുവന്ന അവളുടെ മുഖം. ആദി പറയുന്ന കേട്ട് കരച്ചിൽ പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും വിങ്ങിപ്പോകുന്ന കുഞ്ഞു പെങ്ങളെ കൂടി കണ്ടതും അൻഷിന് സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടമായിരുന്നു. ആദിയെ രൂക്ഷമായി നോയിക്കൊണ്ട് അവൻ അപ്പുവിനെയും കൊണ്ട് തീർത്ഥയുടെ അടുത്തേക്ക് നടന്നു. കൈ ഉയർത്തി കവളടക്കം കിട്ടിയ അടിയിൽ തീർത്ഥയുടെ മുഖൊരു വശത്തേക്ക് ഓടിപ്പോയി. എന്റെ പെങ്ങളെ നോവിക്കുന്നോ? കൊന്ന് കുഴിച്ചു മുഴുതിനെയാണ് പറയുന്നതിനൊപ്പം അപ്പുവിനൊന്നുകൂടി നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചവൻ. അന്നുവിന്റെ മുഖത്തൊരു സംതൃപ്തി നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. മരവിച്ച പോലെ നിന്നുപോയിരുന്ന തീർത്ഥ രുദ്രന്റെ സഹോദരങ്ങളാണ്. ആരിലൂടെ അവനുള്ളിലേക്ക് കയറാമെന്ന് മോഹിച്ചോ ആ ആളെയാണ് തല്ലി നോവിച്ച് വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചത്. പിന്നെ നിന്നോട് നിന്റെ ജീവിതത്തിലേക്ക് സമാധാനക്കേട് കൊണ്ട് വന്നല്ല എന്റെ കൊച്ച്. നീയാ അവള് വേണമെന്നുള്ള വാശിയിൽ വിവാഹം കഴിച്ച് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ട് അടക്കി പിടിച്ചത്. അശു, ഞാൻ പറയട്ടെ സൂര്യ, എന്റെ അനിയത്തി ഇങ്ങനെയൊക്കെയാ. അവളെ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ടും. അതൊന്നും അറിയാൻ നീ കൈ പിടിച്ചു കൂട്ടിയതല്ല, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ നീ. പക്ഷേ ഇനി എനിക്ക് ആലോചിക്കണം സൂര്യ. ഒന്നുകിൽ നീ ആഗ്രഹിക്കുന്ന പോലെ അവള് മാറട്ടെ, അല്ലെങ്കിൽ നിനക്ക് എല്ലാം കൊണ്ടും തികഞ്ഞെന്ന് തോന്നിന്റെ കൂടെ കൂട്ട്. എന്തായാലും എന്റെ പെങ്ങള് ഇനി നിന്റെ സമാധാനം കെടുത്താൻ വരില്ല. അൻഷ അത്രയും പറഞ്ഞുകൊണ്ട് മറുപടി പോലും കാക്കാതെ അപ്പുവിന്റെ കൈ പിടിച്ച് തിരിഞ്ഞടന്നു. നിന്നിടത്ത് എന്നെ തറഞ്ഞു പോയിരുന്ന ആദ്യം ഭ്രാന്തി പിടിക്കുന്ന പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നുള്ള ബോധ്യത്തിൽ മുടിയിൽ കൊരുത്തു വലിച്ചവൻ. തോളിലായി ആരോ കൈവെക്കുന്നറിഞ്ഞു ആരാവുമെന്നറിഞ്ഞ പോലെ അവൻ നിന്നു. ഇന്ന് അമാവാസിയാണ് സൂര്യ. രുദ്രൻ പതിയെ പറഞ്ഞിരുത്തുമ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചവൻ. അമാവാസി, ഉള്ളിലുള്ള ദുഷ്ടശക്തി കരുത്തു പ്രാപിക്കുന്ന ദിവസം. നാവിൽ നിന്നും വാക്കുകളിലൂടെ വിഷം തുപ്പും. സ്വയം നിയന്ത്രിക്കാനായില്ലെങ്കിൽ ചെകുത്താൻ തന്നെ ആയിരിക്കും. തിരക്കുകൾക്കിടയിൽ ഈ ദിവസം മറന്നുപോയിരിക്കുന്നു. ഇണയെ തന്നെ വാക്കുകൾ കൊണ്ട് നോവിച്ചിരിക്കുന്നു. ഏട്ടാ,
എനിക്ക് മനസ്സിലാവും. പക്ഷേ അൻഷ്. വാക്കുകൾ പാതിയിൽ നിർത്തുമ്പോൾ കരഞ്ഞു ചുവന്ന അപ്പുവിന്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത നിമിഷമുള്ളിലെ ദേഷ്യം മുഴുവൻ ഒരടിയായി തീർത്തേക്ക് തന്നെ കൊടുത്തു ആദി. സൂര്യൻ, ഞാൻ ആളറിയാതെ. അടികിട്ടിയ വേദനയിലും വാക്കുകൾ പെറുക്കി കൂട്ടിയവൾ പറയുമ്പോൾ തീക്ഷ്ണമായ നോട്ടമായിരുന്നു അവനിൽ. ഇനി നിന്നെവിടെ കാണരുത്. എന്റെ മോളെ നോവിച്ച് നിന്നെ ഈ രുദ്രാൻഷ് വെറുതെ വിട്ടെന്ന് കരുതരുത്. രുദ്രനാണ് അവൾക്ക് മറുപടി കൊടുത്തത്. തീർത്ത നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി. അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. പക്ഷേ രുദ്രന്റെയും ആദിയുടെയും നോട്ടത്തിൽ അവൾ ഭയന്നു. ഇനി നിന്നാൽ കൊന്നു തിന്നുമെന്നുള്ള ഭാവമായിരുന്നു അവർക്ക്. അത് മനസ്സിലായതും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിയവൾ. എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന അനുവിനെ രുദ്രനെ നോക്കിയതും അനു വേഗം മീറ്റിംഗ് ഹാൾ ലക്ഷ്യമാക്കി നടന്നു. നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നിരുന്ന് വിങ്ങിക്കരയുന്നവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെയായ അൻഷിന് ദേഷ്യവും സങ്കടവും ഒരുപോലെ അവനെ പൊതിഞ്ഞു. അപ്പു, മതി കരഞ്ഞ്. അൻഷ അവളുടെ മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞതും വിതുമ്പിക്കൊണ്ട് അവനെ നോക്കിയവൾ. അവളുടെ കുഞ്ഞു മുഖത്ത് തീർത്ഥയുടെ വിരൽ പതിഞ്ഞു കിടക്കുന്ന കാണെ സഹിക്കാനാവാത്ത വിധം ദേഷ്യം അവനിൽ നിറഞ്ഞു. കരഞ്ഞു മതിയേ. ഇന്ന് മുഴുവൻ കുഞ്ഞേട്ടന്റെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് വാക്ക് തന്നതാ. എവിടേക്കോ പോകണമെന്ന് പ്ലാനിട്ട് ഇറങ്ങിയല്ലേ നമ്മള്. എന്നിട്ട് എന്റെ കുഞ്ഞിങ്ങനെ ഇരുന്ന് കരഞ്ഞാലെങ്ങനെയാ? ആദ്യേട്ടൻ. വേണ്ട അപ്പു, ഏട്ടൻ പറയുന്ന മോൾ കേൾക്കണം. അവന് വേണ്ടെന്ന് വെക്കണമെന്നോ നിങ്ങളെ തമ്മിൽ പിരിക്കണമെന്നോ അല്ല. പക്ഷെ കുറച്ച് പിണക്കൊക്കെ കാണിക്കണം നീ. എനിക്ക് ആദ്യേട്ടനെ പേടിയായിട്ടാ. അത്രയും പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി വെച്ച് അവൾ ഉറക്കെ കരഞ്ഞതും ഒരു നിമിഷം ഞെട്ടലോടെ നിന്നുപോയവൻ. അങ്ങനെ ഒരു കാര്യം അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളൊരു പിണക്കം പോലും കാണിക്കില്ലെന്ന് കരുതിയാണ് പിണങ്ങാൻ പറഞ്ഞു കൊടുത്തത്. പക്ഷെ ആദ്യം അവൾ പേടിക്കെന്ന് വിചാരിച്ചു പോലുമില്ല. അപ്പു, നമുക്ക് പോവായേട്ടാ. എനിക്കിവിടെ നിൽക്കണ്ട, പോവാം. എനിക്ക് ആരോടും പെരുമാറാൻ അറിയില്ല. നിങ്ങളെപ്പോലെ ഒന്നും സംസാരിക്കാൻ അറിയില്ല ഏട്ടാ. പക്ഷെ അറിഞ്ഞുകൊണ്ട് ആരുടെയും സമാധാനം കെടുത്തിട്ടില്ല. സത്യം, ആ ചേച്ചിയാ എന്നെ വന്ന് ഇടിച്ചത്. കരയുന്നപ്പോൾ പറയുന്നോടി കേട്ടതും അൻഷിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. ആദിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയായി പോകും ഇത്. ഭയത്തോടെ അവൾ നോക്കുന്ന ഒരിക്കലും അവനെ സഹിക്കാൻ കഴിയില്ല. ഓർത്തുകൊണ്ട് അൻഷ് നേരെ നോക്കിയത് എല്ലാം കേട്ട് തകർന്നിരിക്കുന്ന ആദിയിലേക്കാണ്. അപ്പു വീണ്ടും പദം പറഞ്ഞുള്ള കരച്ചിലാണ്. ആദ്യം വന്നെന്ന് അവൾ കണ്ടിട്ട് പോലുമില്ല. അപ്പു, മോൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്ക് പേടിയാവുക. ഇനിയും വഴക്ക് പറയും, കുറ്റപ്പെടുത്തും. എനിക്ക് സഹിക്കാൻ വയ്യേട്ടാ. പോവാ. എന്നെ മുത്തശ്ശിയുടെ അടുത്ത് വിട്ടേക്ക്. ഞാൻ അവിടെ നിന്നോളാം. കണ്ണുകളിറുക്കി അടച്ചുപോയവൻ. ചന്ദ്രശേഖരന്റെ അമ്മയുടെ അടുത്താണ് ഇതിലും ഭേദമെന്ന് അവൾക്ക് തോന്നിയെങ്കിൽ അത്രമാത്രം സങ്കടം അവൾക്ക് തോന്നിക്കാണും. ചങ്ക് പിടയുന്ന വേദന ആദ്യം അറിഞ്ഞു. കൈവെള്ളയിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഇപ്പൊ അവളെ വേദനിപ്പിച്ചു, വാക്കുകൾ കൊണ്ട് നോവിച്ചു. എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ഏട്ടനില്ലേ ഇവിടെ? പിന്നെ അജു, വലിയേട്ടൻ, എല്ലാവരും ഇല്ലേ? മടുക്കും. എല്ലാവർക്കും മടുത്തു പോകും. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്താ എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് അറിയില്ല. ആരെങ്കിലും ശബ്ദം ഉയർത്തിയാൽ ഞെട്ടും. കണ്ണിലെന്തോ വെളിച്ചം തുളഞ്ഞു കയറുന്ന പോലെ തോന്നും. തല പൊട്ടുന്ന വേദന വരും. അവിടെ റൂമിൽ കയറി വാതിലടിച്ചാൽ പിന്നൊന്നും അറിയില്ല. ഇരുട്ട. ശബ്ദമൊന്നും കേൾക്കില്ല. അവള് പറയുന്നതൊക്കെ കേട്ട് തറഞ്ഞു നിൽക്കുകയാണ് ആദി, രുദ്രൻ, അൻഷുമെല്ലാം. അത്തരം അവസ്ഥകൾക്ക് പിന്നിലുള്ള കാരണം അവർക്ക് നന്നായിട്ട് അറിയാം. അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദം അത് ആ നിമിഷം വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നു. ഉറങ്ങും എന്നെ ശ്വാസം മുട്ടിക്കുന്ന പോലെ തോന്നിയേട്ട. ആരും എന്നെ എന്തോ ചെയ്യാൻ വരുന്ന പോലെ. ഒരിക്കൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു വലിയ രൂപ ഒരു കുഞ്ഞു പെൺകുട്ടി എന്തൊക്കെയോ ചെയ്യുന്നു. അവളുടെ ഉടുപ്പൊക്കെ വലിച്ചു കീറി. അപ്പു പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഒരു കാറ്റുപോലെ പാഞ്ഞു വന്നുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. അപ്പു ഒന്ന് ഞെട്ടിപ്പോയി. കൈവിട്ടു പോവാൻ തുടങ്ങിയ അവളുടെ മനസ്സിനെ വീണ്ടും അവൻ പിടിച്ചു വലിച്ച് അവനിലേക്ക് തന്നെ ചേർത്തു. ഒരു പാവയെ പോലെ ആദിയുടെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നവൾ കരയാതെ. രുദ്രന്റെ അൻഷൊന്നും കേൾക്കാനും കാണാനും വയ്യാതെ ഉരുകി. ആദിയുടെ ഉടലെന്നാകെ പൊള്ളുന്ന പോലെ. അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതായവന് അടുത്ത നിമിഷം ആദിയെ പോലെ ഞെട്ടിച്ചുകൊണ്ട് അവൾ അവന്റെ കൈക്കുള്ളിൽ നിന്ന് കുതറി മാറി. കണ്ണുകൾ പേടിയോടെ ആദിയെ നോക്കി. അൻഷിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. പോവാ ഏട്ടാ, പ്ലീസ്. കണ്ണുകൾ കൊണ്ട് യാചിക്കുമ്പോൾ ആദിയോടുള്ള ഭയം അവളിൽ മുന്നിട്ട് നിന്നു. അതിലേറെ സങ്കടവും. ഒരുപാട് സ്നേഹം വാത്സല്യമെല്ലാം വെച്ച് നീട്ടി കൊതിപ്പിച്ചിട്ട് ഇപ്പൊ അവന് താനൊരു ശല്യമാണെന്ന തിരിച്ചറിവ് മറ്റെന്തിലുമേറെ അവളെ തകർത്തു. വാക്കുകൾക്ക് ചിലപ്പോൾ പ്രവൃത്തിയേക്കാൾ മൂർച്ചയുണ്ടാവും. ആദ്യമൊന്ന് തല്ലിയെങ്കിൽ പോലും അവൾക്ക് ഇത്രയും നോവില്ലായിരുന്നു. രാവിലെ പറഞ്ഞ വാക്കുകൾക്ക് ഉള്ളിൽ പിണക്കം പോലും വെക്കാതെ അവൻ അരികിലേക്ക് വന്നവളാണ്. അവളെ വീണ്ടും അവൻ വേദനിപ്പിച്ചു. അപ്പു, മോളെ സോറി. ആദ്യേട്ടന്റെ കിളിക്കുഞ്ഞല്ലേ, ഒന്ന് നോക്കണം. അൻഷിൽ നിന്ന് അവളെ പിടിച്ചു വലിച്ച് തന്നിലേക്ക് ചേർക്കാൻ ശ്രമിച്ച് തോറ്റുപോയവൻ അത്രയും ബലത്തോടെ അൻഷിനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അപ്പു, എനിക്ക് പേടിയാ. വഴക്ക് പറയും, ഇനിയും പറയും. എല്ലാത്തിൽ നിന്ന് ഓടിയൊളിക്കാനേ അവൾക്കും അറിയും.
ഒരിക്കൽ അത്രയും സുരക്ഷിതമെന്ന് തോന്നിയിടം പോലും അവളെ ഭയപ്പെടുത്തുന്നു. ആദിയുടെ കണ്ണു നിറഞ്ഞു, മുഖം സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ചുവന്നു. അവളെ വിട്ടേക്ക് സൂര്യ, ഒന്ന് നോക്കിയിട്ട് നീ വന്ന് സംസാരിച്ചോ. പറ്റില്ല, അവൾ എന്റെയാ. എന്നിൽ നിന്നാകുന്നു പോകാൻ നീ ശ്രമിക്കേണ്ട അപ്പു. ഞാനതിന് സമ്മതിക്കില്ല. അൻഷിൽ നിന്ന് അവളെ ബലമായി നെഞ്ചിലേക്ക് വലിച്ചിട്ടവന്റെ മുഖം രക്തം തൊട്ടെടുക്കാവുന്ന പാകത്തിലായി. കണ്ണുകളിൽ ക്രൂരമായ തിളക്കം. അവന്റെ പിടുത്തത്തിൽ ശരീരം നൊന്നു തുടങ്ങിയതും അപ്പു കരഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് കുതറി. അവന്റെ നോട്ടവും ഭാവവുമെല്ലാം അത്രയും അവളെ പേടിപ്പിച്ചു. വിടാൻ പറയേട്ട, എനിക്ക് പേടിയാ. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ പറയുമ്പോൾ ആദിയുടെ ഭാഗത്തിൽ ഞെട്ടിയുന്ന അൻഷിന്റെ നോട്ടം രുദ്രനിലേക്കായി. ആദി ഇപ്പോൾ ഉള്ളത് ഏത് അവസ്ഥയിലാണെന്ന് രുദ്രനും അറിയാം. പക്ഷെ അവനെ തടയാനാവില്ല. അവനായി നിയന്ത്രിക്കാതെ ഒന്നും കഴിയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടാ. കരയുന്ന അപ്പുവിനെയും അവള് വിടാതെ പിടിച്ചിരുത്തിയ ആദിയെയും കാണെ അൻഷു വെപ്രാളത്തോടെ പറഞ്ഞു. സൂര്യ, അവള് വിട്. രുദ്രൻ അൻഷു ഒരുപോലെ പറഞ്ഞതും അവന്റെ പകയോടുള്ള നോട്ടം അവർക്ക് നേരെയായി. അവളെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന ശത്രുക്കളായി അവനിലെ ചെകുത്താൻ ആ നിമിഷം അവരെയും തോന്നിയുള്ളൂ. എനിക്ക് വേദനിക്കുന്നു ആദിയേട്ട. നന്നേ തളർന്നുപോയവളുടെ ശബ്ദം. കണ്ണുകൾ അടഞ്ഞു വീഴാനൊരുങ്ങിയതും കരുതലോടെ അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു ആദി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീർത്തുള്ളികൾ അവളുടെ നെറുകയിൽ വീണു. വാടി തളർന്നു കിടക്കുന്നവളെ കണ്ടതും അവനിലെ ചെകുത്താനും ഒന്ന് അടങ്ങി. അപ്പു കവളിൽ തട്ടി വിളിച്ചിട്ടും കണ്ണു തുറക്കാതെ വന്നു. ഭയന്നുകൊണ്ട് അവൻ രുദ്രനെ നോക്കി. അൻഷ്, കാറെടുക്ക്, മോളെ ഹോസ്പിറ്റൽ കൊണ്ടുപോവാ. രുദ്രൻ പറഞ്ഞതും കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവന് ഓഫീസ് റൂമിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു. ഏട്ടാ അപ്പു. ഒന്നുമില്ലടാ, നിന്നിങ്ങനെ കണ്ടു പേടിച്ചു പോയതാ. പിന്നെ സങ്കടം വേണ്ട. നിന്നെ എല്ലാ അർത്ഥത്തിലും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതിനി അവൾ ഒരുപാട് ദൂരം സഞ്ചരിക്കണം. ചെകുത്താന്റെ പെണ്ണല്ലേ അവൾ. അവന്റെ തീവ്രമായ പ്രണയം താങ്ങേണ്ടവൾ. എല്ലാം അവൾ അറിയണം. ഇതൊരു തുടക്കമാവട്ടെ സൂര്യ. അച്ചു, ഞാൻ ഇനവ് സൂര്യ, നിങ്ങളൊരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. എനിക്കത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. ഹോസ്പിറ്റൽ വരാന്തയിൽ അവിടെ റൂമിന് പുറത്തിരിക്കുകയാണ് മൂവരും. അപ്പു മയക്കത്തിലാണ്. BP ഒന്ന് ഷൂട്ടായതാണ്. പേടിച്ചുപോയി കക്ഷി. അവൾ ഉണരാൻ സമയമെടുക്കുന്നുള്ളതുകൊണ്ട് പുറത്തുനിന്നാണ് അവളുടെ സംസാരം. രുദ്രനോട് ആദിയോട് അൻഷു ഒരുപോലെ മൗനം പാലിച്ച് നിൽപ്പായിരുന്നു അത്രയും നേരം. ആദിയുടെ വിചിത്രമായ സ്വഭാവത്തിന്റെ റീസൺ അവന്റെ ശരീരത്തിൽ നടത്തിയ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിരിക്കുമെന്ന് അൻഷു മോഹിച്ചതാണ്. പക്ഷെ അതൊന്നും അപ്പുവിനെ വേദനിപ്പിച്ചുള്ള കാരണമായി അവന് കണക്കിലെടുക്കാനായില്ല. അവൾ എന്താണ് അവളുടെ അവസ്ഥയുടെ കാരണം എന്താണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ എന്ന അനിയത്തെ സ്വീകരിച്ച് നിനക്കൊപ്പം ജീവിക്കണമെന്ന് അവളെല്ലാം വാശി പിടിച്ച്. എല്ലാം നിന്റെ തീരുമാനമായിരുന്നു. നീ പറഞ്ഞു പഠിപ്പിച്ചതാ അവൾ അനുസരിക്കുന്ന അത്രയും. എന്നിട്ടും വേദനിപ്പിക്കാൻ എങ്ങനെ തോന്നിയതാ നിനക്ക്? അൻഷ അത്രയും വിഷമത്തോടെ ചോദിക്കുമ്പോൾ മറുപടി നൽകാൻ അവനും വാക്കുകളുണ്ടായിരുന്നില്ല. ഇന്ന് ഇത്രയും വിളിച്ചു പറഞ്ഞ നീ നാളെ ഇതേ ദേശത്തിന്റെ പുറത്ത് ഇതേ കാരണം പറഞ്ഞ് അവളൊരു റേപ്പ് വിക്ടിമാണെന്ന് പറ. അൻഷ അത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ആദിയുടെ അലർച്ച അവന് നേരെ ഉയർന്നു. കണ്ണുമുഖം ഒരുപോലെ ചുവന്നു. ചുരുട്ടി പിടിച്ച മുഷ്ടിയിലും ഉയർന്നു കാണുന്ന ഞരമ്പുകളിലും അവനുള്ളിലെ ദേഷ്യം എത്രമാത്രമാണെന്ന് എടുത്തു കാണിച്ചു. മുന്നിൽ നിൽക്കുന്ന അൻഷായതുകൊണ്ട് മാത്രം അവൻ സ്വയം നിയന്ത്രിച്ചു നിന്നാണെന്ന് വ്യക്തം. ഡോണ്ട് അട്ടർ ദി വേർഡ്. ഇല്ല, ഞാൻ പറയില്ല. പക്ഷെ നീ അത് പറയില്ലെന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ആദിയുടെ ദേഷ്യത്തിലും ബാത്റൂമെല്ലാം പകച്ചു പോയെങ്കിലും അൻഷിന് തന്റെ ദേഷ്യം മാറുന്നില്ലായിരുന്നു. അവള് നിനക്കൊരു ശല്യവും സമാധാനം എടുക്കുകയാണെന്നല്ലേ നീ പറഞ്ഞത്. അപ്പൊ നീ ഇതും വിളിച്ചു പറയില്ലേ? ഞാൻ അറിഞ്ഞുകൊണ്ട്. നീ അറിഞ്ഞുകൊണ്ട് അവള് വേദനിപ്പിക്കില്ലെന്ന് എനിക്ക് നീ പറഞ്ഞു വേണ്ട സൂര്യ മനസ്സിലാക്കാൻ. നിന്റെ ജീവനും ജീവിതമൊക്കെ അവളാണെന്ന് എനിക്ക് അറിയാടാ. അവള് ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാ. നീ അവളുടെ ലോകം. എന്നെ ഏട്ടനെ അജുവിനെല്ലാം നിന്നിലൂടെ അവൾക്ക് പരിചയം. നീ ഒന്ന് ശബ്ദം എടുത്താൽ തകർന്നു പോകുന്നവള്. നിന്റെ ഈ ദേഷ്യമൊന്നും സഹിക്കാനുള്ള കരുത്ത് അവൾക്കില്ല. ഒരു പരിധിയിൽ കൂടുതൽ അവനെ വേദനിപ്പിക്കാൻ കഴിയാതെ അൻഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം അവന്റെ തോളിൽ മുഖമമർത്തി കരഞ്ഞു. എനിക്ക് പറ്റിപ്പോയടാ, എന്റെ തെറ്റാ. ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ കിളിക്കുഞ്ഞിനെ തന്നെ ഞാൻ വേദനിപ്പിച്ചു. ആദിയുടെ സങ്കടം അൻഷിനെയും വിഷമിപ്പിച്ചു. തങ്ങൾ വരുന്നതിന് എത്രയോ മുമ്പേ അവളെ പൊതിഞ്ഞു പിടിച്ച് കൊണ്ടു നടന്നവനാണ് അവൻ. പോലും അറിയാതെ സംഭവിച്ച തെറ്റിന് ഇനിയും പറഞ്ഞ് വേദനിപ്പിക്കാൻ അൻഷിനും കഴിയില്ല. അപ്പുവിന് ബോധം തെളിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയിൽ ഇനി അവൻ ഉരുകേണ്ടി വരുമെന്ന് അൻഷിന് ഉറപ്പാണ്. അവളുടെ ഉള്ളിൽ ആദിയെക്കുറിച്ചുള്ള പേടി അത്ര വേഗം മാഞ്ഞു പോകുമെന്ന് കരുതുന്നില്ല. അല്ല ഏട്ടാ, ഏട്ടന് ഇതൊന്നും ബാധകമല്ലേ? ഏട്ടൻ നല്ല ക്ഷമയുള്ള കൂട്ടത്തിലാ. UFC ജാമ്യം രുദ്രാൻ ഷെയറുടെ മെയിൻ ക്വാളിറ്റി. വിഷമങ്ങൾ പറഞ്ഞീർത്തു മാറിയതും അൻഷിനായിരുന്നു ആ സംശയം. മറുപടി നൽകിയത് ആദിയും. രണ്ടുപേരെയും നോക്കി രുദ്രനൊന്ന് ചിരിച്ചതേയുള്ളൂ. ഡോക്ടർ സുപ്രിയയുടെ ക്യാബിൽ അവർക്ക് പറയാനുള്ളത് എന്തായിരിക്കും എന്നുള്ള ആകുലതയോടെ ഇരിപ്പാണ് ആദിയും രുദ്രനും. അൻഷു പിന്നെ അപ്പുവിനടുത്താണ്. സർ, ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരാമുഖം പോലെ അവർ പറഞ്ഞു തുടങ്ങിയതും ആദിയുടെയും രുദ്രന്റെയും ശ്രദ്ധ അവരിലേക്ക് മാത്രമായി. നിങ്ങൾ പറഞ്ഞ ആ ഇൻസിഡന്റ് മീരയുടെ ബോധമനസ്സിനെ ഓർമ്മയില്ലാത്തുള്ളൂ. അബോധ മനസ്സിൽ ഇന്നും ആ കുട്ടിയെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. അന്ന് ചിലപ്പോൾ തലക്കേറ്റ പ്രയത്തിന്റെ ബാക്കി പത്രം പോലെ വരുന്ന, അല്ലെങ്കിൽ ആ കുട്ടിക്ക് തോന്നുന്നതാവും തലയുടെ വേദന ഉൾപ്പെടെയല്ല. സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോഴുള്ള ഭയം, ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ തോന്നുന്ന ഭയം, പിന്നെ കുഞ്ഞുനാൾ മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടൽ,
അങ്ങനെയെല്ലാമാണ് മീരയെ ഈ വിധമാക്കി എടുത്തത്. ഒപ്പം അമ്മയായിട്ട് അന്നുവരെ കരുതിയത് സ്ത്രീയുടെ മരണം കൂടി കൺമുമ്പിൽ കണ്ടതിന്റെ ആഘാതം. പിന്നെ ബ്രദർ എന്ന് കരുതിയിരുന്ന ആളുടെ മോശമായ പെരുമാറ്റം. ഒടുക്കം അച്ഛനെന്ന് വിശ്വസിച്ച ആളും കൺമുമ്പിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു. എന്റെ അഭിപ്രായത്തിൽ മീര ഒരുപാട് സ്ട്രോങ് ഗേളാണ്. ഈ പറഞ്ഞതിൽ ഒന്നുപോലും ആ കുട്ടിയുടെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങളല്ല. ഒരു സാധാരണ പെൺകുട്ടിക്ക് തരണം ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറം കടന്നു പോന്നിട്ടും അവിടെ മനസ്സ് കൈവിട്ട് പോയിട്ടില്ല. അതുതന്നെ ഒരു അത്ഭുതമാണ്. ഡോക്ടർ പറഞ്ഞിരുത്തിയതും അവരുടെ ജീവിതത്തിലൂടെയുള്ള ഓട്ടപ്രദക്ഷിണം വീണ്ടും അവരെ വേദനിപ്പിച്ചു. ഉള്ളിൽ പുകയുന്ന പകയുടെ വീര്യം ഏറിയതുപോലെ. പിന്നെ മീരയുടെ കാര്യത്തിൽ സാർ വിചാരിച്ചതിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ആദ്യം നോക്കിയായിരുന്നു ഡോക്ടർ പറഞ്ഞത്. സാറിന് മീര ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അതിനുള്ള തെളിവ് തന്നെയാണല്ലോ രുദ്രൻ സാറിന് ഈ അനിയനെയെല്ലാം മീര മറുത്തൊന്നും ചിന്തിക്കുപോലും ചെയ്യാതെ അംഗീകരിച്ചത്. സോ സാറ് തന്നെയാണ് അവൾക്കുള്ള മെഡിസിൻ. ഭയന്ന് മാറി നിൽക്കുന്ന ഓരോന്നിലേക്കും വീണ്ടും അവൾ എത്തിച്ച ആ ഭയം തന്നെ വേരോടെ പിഴുതെറിയണം. പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ദിവസങ്ങളും മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങൾ വരെ എടുത്തേക്കാം. പിന്നെ കുറച്ചൊക്കെ മീരയെ ഫ്രീ ആയിട്ട് വിടണം. അവിടെ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ കൂടെ എൻഗേജ് ചെയ്യിക്കണം. അവർക്ക് ഈ ലോകത്തെ കാണുകയും നേരിടുന്നത് എങ്ങനെയാണെന്ന് അവൾ കണ്ട് മനസ്സിലാക്കട്ടെ. ശരിക്കും പറഞ്ഞ ഒരു കുഞ്ഞിന്റെ മനസ്സിനെ ആ മീരയ്ക്ക് ഇപ്പോൾ എന്തിനും കൂടെ നിൽക്കാൻ ആളുണ്ടെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൾ മാറും. നിങ്ങളുടെ 3 പേരുടെയും സ്നേഹം തന്നെ മതി അതിന്. അല്ലാതെ മെഡിസിനോ കൗൺസിലിംഗോ ഒന്നും മീരയ്ക്ക് ഇപ്പോൾ ആവശ്യമില്ല. കാരണം അവൾ ഇപ്പോൾ ഉള്ളത് തന്നെയാണ് അവിടെ കംഫേർട്ട് സോൺ. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഗൈഡ് ലൈൻസ് മാത്രം ഞാൻ തരാം. നേരത്തെ ഒരു ചിരിയോടെ ഡോക്ടർ പറഞ്ഞു നിർത്തുമ്പോൾ ആദിയിലും രുദ്രനിലും ഒരുപോലെ ആത്മവിശ്വാസം നിറഞ്ഞു. ആ സമാധാനത്തോടെ തന്നെയാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയതും. കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ ആരുടെയോ കൈക്കുള്ളിലാണെന്ന് മീര അറിഞ്ഞു. പരിചയമുള്ള അവന്റെ ഗന്ധം, ചുറ്റി വരിഞ്ഞ കൈകൾ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. ക്ഷമിക്കടി, ഇനി പറയില്ല. എന്റെ ഈ കിളിക്കുഞ്ഞാണേ സത്യം. ആദിയുടെ ശബ്ദമിടറി. അതിലും സങ്കടം അവൾക്ക് തന്നെയാണ്. എന്നെ വിട്ട് പോവില്ലേടി, എന്റെ അപ്പുവല്ലേ. എന്നെ നീ പേടിയോടെ നോക്കിയാ ഞാൻ പിന്നെ ഇല്ലേടി. എനിക്ക് അതിൽ കൂടുതൽ അവനെ വേദനിപ്പിക്കാൻ അവൾക്കും ആവില്ല. ഞാനൊരു സമാധാനക്കേടാണോ? അത്രയും പതിയെ ഒരു ചോദ്യം. ആദിയുടെ ഉള്ളം വിങ്ങി. വാരി പിടിച്ചുകൊണ്ട് അവളുടെ മുഖമൊന്നാകെ അവൻ ചുണ്ട് ചേർത്തു. വിതുമ്പുന്ന ചുടികളിൽ കൂടി അമർത്തി മുത്തി മാറുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുനീരിൽ അവളുടെ മുഖം കുതിർന്നു. ജീവനാണ്, വേദനിപ്പിച്ചു പോയി. നിന്റെ കാലൊടിച്ച് ഞാൻ പറയല്ലേ, എനിക്ക് സഹിക്കില്ല. ഞാൻ ആദ്യമായിട്ട് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അല്ലേ? പറഞ്ഞു തന്നാ മതി. അതുപോലെ ഇങ്ങനെയൊന്നും പറയില്ലേ. എന്റെ അല്ലേ, എനിക്ക് ഈ കിളിക്കുഞ്ഞിനെ ഇഷ്ടം. എന്റെ ചൂടുതട്ട് പുറങ്ങുന്ന നിന്റെ അപ്പൂനെ ഇനിയൊരു വാക്കുകൊണ്ട് പോലും നോവിക്കില്ല. അങ്ങനെ ഒരു അവസരം വന്ന പിന്നെ ആദിയില്ല. സത്യം. നെറുകയിൽ അവന്റെ ചുണ്ടുകൾ അമർന്നു. ഒന്നും പറയാതെ അവനോട് ചേർന്ന് കിടന്നവൾ. വലിയൊരു പിണക്ക് അവൾക്കും ആവില്ല, അല്ലെങ്കിൽ അറിയില്ല. അവിടെ എല്ലാം അവനാണ്. അവനിൽ തുടങ്ങി അവനിൽ തന്നെ അവസാനിക്കുന്ന ആ ചെകുത്താന്റെ കിളിക്കുഞ്ഞ്. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും അപ്പുവിന്റെ മുഖത്ത് പഴയ സന്തോഷമുണ്ടായിരുന്നില്ല. അതറിയും തോറും ആദിയുടെ ഉള്ളം വേദനിച്ചു. തന്റെ വാവിട്ട് പോയ വാക്കുകൾക്ക് അവിടെ സന്തോഷം തള്ളിക്കെടുത്താൻ മാത്രമുള്ള മൂർച്ചയുണ്ടായിരുന്നവന് മനസ്സിലായി. മോള് ചെന്ന് റെസ്റ്റ് എടുക്ക്. രുദ്രൻ വാത്സല്യത്തോടെ അവിടെ നെറുകയിൽ തഴുകി പറഞ്ഞതും അപ്പു ആദിയെന്ന് നോക്കി. സമ്മതത്തിന് വേണ്ടിയാണെന്ന് അവനും അറിയാം. മുമ്പായിരുന്നെങ്കിൽ അത്രയും സന്തോഷം തരുന്ന നോട്ടമായിരുന്നത്. പക്ഷേ ഇപ്പോഴത് ഒരുപാട് വേദനിപ്പിക്കുന്നു. ആദ്യമൊന്നും പറയാതെ അവളുടെ തോളിൽ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവളുമായി മുകളിലേക്ക് കയറി. മോൾക്ക് നല്ല സങ്കടമുണ്ട് ഏട്ടാ. അൻഷിന്റെ വാക്കുകളൊന്നും ഇടറി. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയെടുത്തൊന്നും തിരിച്ചു കിട്ടിയതാണ്. അവളെ വേദനിപ്പിക്കുന്ന ഒന്നും ഇനി ഉണ്ടാവരുതെന്ന് കരുതിക്കൊണ്ട് നടന്നതാണ്. സൂര്യനെയും കുറ്റപ്പെടുത്തരുത് അൻഷ്. അപ്പുവിന്റെ കാര്യത്തിൽ അവൻ ഒരുപാട് സെൻസിറ്റീവാ. അതുപോലെ ചെറുതല്ലാത്ത പൊസസീവ് അവനുണ്ട്. എനിക്കറിയാട്ടോ അവൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാ. പക്ഷെ എന്ന് വെച്ച് എന്റെ കൊച്ചിന് വേദനിക്കേണ്ടി വന്ന ഏട്ടനോടായ പോലും ഞാനിങ്ങനെ പെരുമാറും. രുദ്രൻ അവന്റെ തോളിൽ തട്ടി ഒന്ന് ആശ്വസിപ്പിച്ചു. എന്നിട്ട് റൂമിലേക്ക് നടന്നു. ഇവര് രണ്ടുപേരും ഒരു ട്രീറ്റ്മെന്റ് തന്നെയല്ലേ എടുത്ത്? എന്നിട്ട് ഏട്ടനെന്താ ഇങ്ങനെയായിപ്പോയെ? രുദ്രൻ പോയ വഴിയും ആദി പോയ വഴിയും നോക്കിയെന്ന് അനുഷ്ഠിച്ച് ചിന്തിക്കാനുണ്ടായിരുന്ന അതാണ്. കൂടുതൽ ചിന്തിച്ചിട്ടും കാര്യമൊന്നുമില്ലെന്ന് കണ്ടതും അവന് റൂമിലേക്ക് പോയി. മുറിയിലെത്തിയത് അപ്പു നേരെ കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചെന്ന ആദിയുടെ മുഖമൊന്ന് വിടർന്നു. അവന്റെ കിളിക്കുഞ്ഞിന് ചെറിയൊരു പിണക്കൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷം. ആദിയിട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. സന്ധ്യ മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. കണ്ണുകളടച്ച് കുറച്ചു നേരം അവൻ അങ്ങനെ നിന്നു. അടുത്തേക്ക് വരുന്ന കൊലുസിന്റെ കിലുക്കം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്ക് അപ്പു ഓടി അവന്റെ അരികിലെത്തിയിരുന്നു. ആദ്യം അവളെ ഒന്നാകെ പുണർന്നുകൊണ്ട് ആ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. ഇരുവരും ഒന്നും പറഞ്ഞില്ല. ഏറെ നേരം അങ്ങനെ നിന്നു. എന്നോട് ദേഷ്യായോ എന്റെ കിളിക്കുഞ്ഞിന്? ഇടറിക്കൊണ്ടുള്ള അവന്റെ ചോദ്യത്തിൽ അപ്പു ഒരു ഞെട്ടിലൂടെ അവനെ നോക്കി.
എനിക്ക് സങ്കടം വന്നു. സോറി, 1000 വട്ടം സോറി. ഇനി ഉണ്ടാവില്ല. സാരമില്ല, ആദ്യമായിട്ട് വിഷമിക്കില്ലേ. എനിക്കത് കാണുമ്പോഴാണ് കൂടുതൽ സങ്കടം. പറയുന്നതിനൊപ്പം തന്നെ അവന്റെ കണ്ണുകൾ കൈവച്ച് തുടച്ചും കൊടുക്കുന്നുണ്ട്. ആദിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നുപോയി.